ഹലോ എവ്രി വൺ, വെൽക്കം ടു ബിടെക് മെഡിസി. ഇന്നത്തെ ഈ സെഷനിൽ KTU S5 EC സ്റ്റുഡൻസിൻ്റെ 2019 സ്കീം കൺട്രോൾ സിസ്റ്റം ECT 307 അതിൻ്റെ ഒരു സിലബസ് ഓവർവ്യൂ ആണ്. അതുപോലെ നമ്മളുടെ ചാനലിൽ കൺട്രോൾ സിസ്റ്റത്തിൻ്റെ വീഡിയോസ് മോഡ്യൂൾ വൈസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിനെക്കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്യും. ഈ സബ്ജക്റ്റ് 4 ക്രെഡിറ്റ് ഉള്ളതാണ്. 2015 സ്കീമുകാർക്ക് S7-ലായിരുന്നു കൺട്രോൾ സിസ്റ്റം എന്ന് പറഞ്ഞ സബ്ജക്റ്റ് പഠിക്കാനുണ്ടായിരുന്നത്. അത് 6 മോഡ്യൂൾസ് ആണ്. ഇപ്പോൾ പുതിയ സ്കീം വരുമ്പോഴത്തേക്ക് 5 മോഡ്യൂൾസേ ഉള്ളൂ. ഇപ്പോൾ കുറേ ടോപ്പിക്സ് ഒഴിവാക്കിയിട്ടുണ്ട്. 2015 സ്കീം വെച്ചിട്ടുള്ള ഫുൾ വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പം നിങ്ങളുടെ സിലബസ് അനുസരിച്ച് ഞാൻ മോഡ്യൂൾ വൈസ് പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. എല്ലാം ഡീറ്റെയിൽഡ് ആയിട്ടാണ്, നല്ല മാർക്ക് സ്കോർ ചെയ്യുന്ന രീതിയിലാണ് വീഡിയോസ് അപ്ലോഡ് ചെയ്തിരിക്കുന്നത്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ്റെ ഹെൽപ്പോട് കൂടിയാണ് മെജോറിറ്റി ടോപ്പിക്സ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത്. ട്രിക്സ് ഒക്കെ വെച്ചിട്ടും എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. യൂസ്ഫുൾ ആയിരിക്കും. മോഡ്യൂൾ വൈസ് പ്ലേലിസ്റ്റ് ഞാൻ ഈ വീഡിയോയുടെ എൻഡിൽ കാണിക്കാം. ഇതിനകത്ത് നമുക്ക് 5 മോഡ്യൂൾസ് ആണ് വരുന്നത് കൺട്രോൾ സിസ്റ്റത്തിനകത്ത്. ഈ ഡിസ്പ്ലേ ചെയ്തിരിക്കുന്നതാണ് സിലബസ് എന്ന് പറയുന്നത്. ഇപ്പോൾ ബേസിക്കലി ഫസ്റ്റ് മോഡ്യൂളിൽ കൺട്രോൾ സിസ്റ്റം എന്താണെന്നും അതുപോലെ അതിൻ്റെ ബേസിക് കമ്പോണൻസ് എന്തൊക്കെയാണെന്നുള്ളതും നമ്മൾ പഠിക്കാനുണ്ട്. അതിനുശേഷം ടൈപ്സ് ഓഫ് കൺട്രോൾ സിസ്റ്റം, അതായത് ഓപ്പൺ ലൂപ്പ് കൺട്രോൾ സിസ്റ്റം, ക്ലോസ് ലൂപ്പ് കൺട്രോൾ സിസ്റ്റം, അതിൻ്റെ അഡ്വാൻറ്റേജസ് ഡിസഡ്വാൻറ്റേജസ് കമ്പാരിസൺ പഠിക്കാനുണ്ട്. എക്സാമ്പിൾസ് ഓഫ് കൺട്രോൾ സിസ്റ്റം. ഇത്രയാണ് നമ്മൾ ഫസ്റ്റ് മോഡ്യൂളിൽ സ്റ്റാർട്ടിങ് പഠിക്കുന്നത്. ഒരു സിസ്റ്റം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം, ഇന്റർ കണക്ഷൻസ് ഓഫ് ഡിഫറെൻറ്റ് കമ്പോണൻസ് അറേഞ്ച്ഡ് ഇൻ എ റെഗുലർ ഫാഷൻ ടു പ്രൊഡ്യൂസ് ആൻ ഔട്ട്പുട്ട്. അതിനാണ് നമ്മൾ സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പം അതിലേക്ക് നമ്മളൊരു കൺട്രോൾ ആക്ഷനും കൂടെ ഇൻകോർപ്പറേറ്റ് ചെയ്യുമ്പോഴത്തേക്ക് വി വിൽ ഗെറ്റ് എ കൺട്രോൾ സിസ്റ്റം. അപ്പം അത് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അതിന് ഫസ്റ്റ് വൺ ആണ് ഓപ്പൺ ലൂപ്പ് കൺട്രോൾ സിസ്റ്റം എന്ന് പറയും. അതായത് ഫീഡ്ബാക്ക് ഒന്നും കാണത്തില്ല. ഒരു ഓപ്പൺ ലൂപ്പ് കൺട്രോൾ സിസ്റ്റം എന്ന് പറയുന്നത്. ഇപ്പം കൺട്രോൾ സിസ്റ്റം വിത്ത് ഫീഡ്ബാക്ക് ആണ് ക്ലോസ് ലൂപ്പ് കൺട്രോൾ സിസ്റ്റം. അത് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഓരോ ടോപ്പിക്സ് പറയുമ്പം എക്സ്പ്ലെയിൻ ചെയ്യാം. അതിൻ്റെ എക്സാമ്പിൾസ് എന്തൊക്കെയാണെന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ട് പറയാം. ഇപ്പം ജസ്റ്റ് ഇതൊന്നൊരു സിലബസ് ഓവർവ്യൂ ആണ്. പിന്നെ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ എഫക്ട്സ് ഓഫ് ഫീഡ്ബാക്ക് ഉണ്ട്. നമ്മൾ പോസിറ്റീവ് ഫീഡ്ബാക്ക്, നെഗറ്റീവ് ഫീഡ്ബാക്ക്. നെക്സ്റ്റ് വരുന്നത് നമ്മൾ സിഗ്നൽസിൽ പഠിച്ചിട്ടുള്ള കുറച്ച് ബേസിക്സ് ആണ്. എന്താണ് ലീനിയർ സിസ്റ്റം, നോൺ ലീനിയർ സിസ്റ്റം, അതുപോലെ ടൈം വേരിയിങ് സിസ്റ്റം, ഇൻവേരിയിങ് സിസ്റ്റം ഒക്കെ നമ്മൾ ബേസിക്സ് ആയിട്ട് സിഗ്നൽസ് പഠിച്ചിട്ടുണ്ട്. അപ്പം അതിൻ്റെ കുറച്ച് ബേസിക്സ് കാര്യങ്ങളാണ് നമുക്ക് പ്രീ റിക്വസ്റ്റ് ആയിട്ട് വേണം. പിന്നെ മോഡ്യൂൾ 1-ലെ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക് എന്ന് പറയുന്നത് മാത്തമാറ്റിക്കൽ മോഡലിംഗ് ഓഫ് കൺട്രോൾ സിസ്റ്റം എന്ന് പറയും. അതായത് നമുക്കൊരു സിസ്റ്റം ഉണ്ടെങ്കിൽ അതിൻ്റെ മാത്തമാറ്റിക്കൽ ഇക്വേഷൻസ് വെച്ചിട്ട് നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും. അതിനെയാണ് മോഡലിംഗ് എന്ന് പറയുന്നത്. അത് ബേസിക്കലി ഡിഫറൻഷ്യൽ ഇക്വേഷൻ റെപ്രസെൻറ്റേഷനും ഉണ്ട്, അതുപോലെ ട്രാൻസ്ഫർ ഫംഗ്ഷൻ റെപ്രസെൻറ്റേഷനും ഉണ്ട്. ആ 2 ടൈപ്പ് റെപ്രസെൻറ്റേഷൻസ് ആണ് ഈ മാത്തമാറ്റിക്കൽ മോഡലിംഗ് ഓഫ് കൺട്രോൾ സിസ്റ്റം കൊണ്ട് മീൻ ചെയ്യുന്നത്. അത് ഇലക്ട്രിക്കൽ സിസ്റ്റത്തിൻ്റെയും മെക്കാനിക്കൽ സിസ്റ്റത്തിൻ്റെയും മാത്തമാറ്റിക്കൽ മോഡലിംഗ് ഉണ്ട്. ഇലക്ട്രിക്കൽ സിസ്റ്റം എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെ ലോ പാസ് ഫിൽറ്റർ, ഹൈ പാസ് ഫിൽറ്റർ, അതായത് റെസിസ്റ്റീവ് എലമെന്റ്സ്, കപ്പാസിറ്റി എലമെന്റ്സ് വരുന്ന ടൈപ്പ് സിസ്റ്റത്തിനെയാണ് നമ്മൾ ഇലക്ട്രിക്കൽ സിസ്റ്റം എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ ഫേസ് ലാഗ് നെറ്റ്വർക്ക്, ഫേസ് ലീഡ് നെറ്റ്വർക്ക്, ലോ പാസ് ഫിൽറ്റർ, ഹൈ പാസ് ഫിൽറ്റർ എല്ലാം ഇലക്ട്രിക്കൽ സിസ്റ്റത്തിന് എക്സാമ്പിൾ ആണ്. അതിനകത്ത് ബേസിക്കലി റെസിസ്റ്റീവ് എലമെന്റ്സ് അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ കമ്പോണൻസേ കാണത്തുള്ളൂ. പിന്നെ സെക്കൻഡ് എന്ന് പറയുന്നത് മെക്കാനിക്കൽ സിസ്റ്റം ഉണ്ട്. മെക്കാനിക്കൽ സിസ്റ്റം എന്ന് പറയുമ്പോഴത്തേക്ക് അതിനകത്ത് മാസ് സ്പ്രിംഗ് ഡാമ്പർ സിസ്റ്റം എന്ന് പറയും. അത് ട്രാൻസ്ലേറ്ററി സിസ്റ്റം ഉണ്ട്, അതുപോലെ റൊട്ടേറ്ററി സിസ്റ്റം ഉണ്ട്. ആ 2 സിസ്റ്റത്തിന്റെ മാത്തമാറ്റിക്കൽ മോഡലിംഗ് മോഡ്യൂൾ 1-ൽ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ്. അതുമായിട്ട് റിലേറ്റ് ചെയ്ത എല്ലാ വീഡിയോസും നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. വാച്ച് ചെയ്യുക, യൂസ്ഫുൾ ആയിരിക്കും. പിന്നെ മോഡ്യൂൾ 1-ൽ അനദർ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക് എന്ന് പറയുന്നത് ബ്ലോക്ക് റിഡക്ഷൻ ടെക്നിക്കാണ്. അപ്പോൾ നമുക്കൊരു സിസ്റ്റം ഉണ്ടെങ്കിൽ അതിന് ട്രാൻസ്ഫർ ഫംഗ്ഷൻ അല്ലെങ്കിൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻ വെച്ച് നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ആ ഓരോ സിസ്റ്റത്തിനെയും നമുക്ക് ബ്ലോക്ക് വെച്ച് റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും വിത്ത് ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട്. ഇപ്പോൾ ഒരു സിസ്റ്റം ഉണ്ടെങ്കിൽ അതിനകത്ത് കുറേ സബ് സിസ്റ്റംസ് കാണും. ആ സബ് സിസ്റ്റത്തിന് നമ്മൾ റെഗുലറായിട്ട് അറേഞ്ച് ചെയ്യുമ്പോഴാണ് നമുക്കൊരു കൺട്രോൾ സിസ്റ്റം കിട്ടുന്നത്. അപ്പോൾ ആ ബേസിക് ആയിട്ടുള്ള ഓരോ എലമെന്റ്സിനെയും നമ്മൾ എന്ത് വെച്ച് റെപ്രസെൻറ്റ് ചെയ്യും? ബ്ലോക്സ് വെച്ച് റെപ്രസെൻറ്റ് ചെയ്യും. അപ്പോൾ ഞാൻ ബ്ലോക്ക് ഡയഗ്രാം റെപ്രസെൻറ്റേഷൻ എന്ന് പറയുന്നത്. ഇപ്പം ബ്ലോക്ക് ഡയഗ്രാം റെപ്രസെൻറ്റേഷൻ പഠിച്ചു കഴിയുമ്പോഴത്തേക്ക് നമുക്ക് കുറച്ച് റൂൾസ് ഉണ്ട്. ആ റൂൾസ് അപ്ലൈ ചെയ്ത് നമുക്കൊരു സിസ്റ്റത്തിൻ്റെ ഓവറോൾ ട്രാൻസ്ഫർ ഫംഗ്ഷൻ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റും. ബ്ലോക്ക് ഡയഗ്രാം റെപ്രസെൻറ്റേഷൻ, റിഡക്ഷൻ മെത്തേഡ്സ് യൂസിങ് റൂൾസ്. ഓക്കെ. അപ്പോൾ അതുപോലെ തന്നെ സെക്കൻഡ് ഒരു പാർട്ട് എന്ന് പറയുന്നത് നമുക്ക് മേസൺസ് ഗെയിൻ ഫോർമുല പഠിക്കാനുണ്ട്. അപ്പോൾ അത് മേസൺസ് ഗെയിൻ ഫോർമുല അപ്ലൈ ചെയ്യണമെങ്കിൽ സിഗ്നൽ ഫ്ലോ ഗ്രാഫ് എന്നൊരു കൺസെപ്റ്റ് പഠിക്കണം. അപ്പോൾ സിഗ്നൽ ഫ്ലോ ഗ്രാഫ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു ബ്ലോക്ക് ഡയഗ്രാം ഉണ്ടെങ്കിൽ അതിൻ്റെ സിഗ്നലിൻ്റെ ഫോംസ് നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ആ സിഗ്നൽ ഫോമിൽ റെപ്രസെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഇക്വേഷൻ മേസൺസ് ഗെയിൻ ഫോമിൽ അപ്ലൈ ചെയ്ത് നമുക്ക് ആ സിസ്റ്റത്തിൻ്റെ ഓവറോൾ ട്രാൻസ്ഫർ ഫംഗ്ഷൻ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റും.
ഇപ്പോൾ ഈ രണ്ട് ബ്ലോക്ക് റിഡക്ഷൻ ടെക്നിക് ആണെങ്കിലും സിഗ്നൽ ഫ്ലോ ഗ്രാഫ് ആണെങ്കിലും നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സിസ്റ്റത്തിൻ്റെ ഓവറോൾ ട്രാൻസ്ഫർ ഫംഗ്ഷൻ ഫൈൻഡ് ഔട്ട് എന്നുള്ള എയിം വെച്ചിട്ടാണ് നമ്മൾ ബ്ലോക്ക് റിഡക്ഷൻ റൂൾസും അതുപോലെ മേസൺസ് ഗെയിൻ ഫോർമുലയും അപ്ലൈ ചെയ്യുന്നത്. ഇത്രയാണ് നമുക്ക് മോഡ്യൂൾ 1 വരുന്നത്. മോഡ്യൂൾ 2 വരുമ്പോഴത്തേക്ക് ടൈം ഡൊമെയിൻ അനാലിസിസ് ഓഫ് കൺട്രോൾ സിസ്റ്റമാണ് വരുന്നത്. അപ്പോൾ നമുക്ക് ഓൾറെഡി മോഡ്യൂൾ 1 കഴിയുമ്പോഴത്തേക്ക് നമുക്ക് സിസ്റ്റം മോഡൽ ചെയ്യാൻ അറിയാം. അതുപോലെ അതിൻ്റെ ആണെങ്കിൽ ഒരു ഓവറോൾ ട്രാൻസ്ഫർ ഫംഗ്ഷൻ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ നമ്മൾ പഠിക്കും. അതിനുശേഷം ആ സിസ്റ്റത്തിൻ്റെ ടൈം ഡൊമെയിൻ അനാലിസിസ് ആണ് മോഡ്യൂൾ 2 വരുന്നത്. അപ്പോൾ അതിനകത്ത് 2 കാറ്റഗറി ആയിട്ട് വരും. ഒന്ന് സിസ്റ്റത്തിൻ്റെ റെസ്പോൺസ് ഫൈൻഡ് ഔട്ട് ചെയ്യുന്നതും അതുപോലെ സിസ്റ്റത്തിൻ്റെ ആക്യുറസി ഫൈൻഡ് ഔട്ട് ചെയ്യുന്നതാണ് മോഡ്യൂൾ 2 വരുന്നത്. കമ്പാരിറ്റീവ്ലി ഈസി ആയിട്ടുള്ള മോഡ്യൂളാണ് മോഡ്യൂൾ 2 എന്ന് പറയുന്നത്. അതിനകത്ത് സ്റ്റാൻഡേർഡ് ടെസ്റ്റ് സിഗ്നൽസ് പഠിക്കാനുണ്ട്. സ്റ്റെപ്പ്, റാമ്പ്, പരാബോള അതുപോലത്തെ ടെസ്റ്റ് സിഗ്നൽസ് ഉണ്ട്. അതിൻ്റെ ടൈം ഡൊമെയിൻ സ്പെസിഫിക്കേഷൻസ് ഉണ്ട്. റൈസ് ടൈം, പീക്ക് ടൈം, സെറ്റിൽ ടൈം അതുപോലത്തെ ടൈം ഡൊമെയിൻ സ്പെസിഫിക്കേഷൻസ് ഉണ്ട്. പിന്നെ റെസ്പോൺസ്, അതായത് ടി വേഴ്സസ് സി ഓഫ് ടി എന്ന് പറയും. സി ഓഫ് ടി ആണ് നമ്മൾ റെസ്പോൺസ് എന്ന് പറയുന്നത്. അപ്പോൾ അത് ഫസ്റ്റ് ഓർഡറിൻ്റെയും സെക്കൻഡ് ഓർഡർ സിസ്റ്റത്തിൻ്റെയും റെസ്പോൺസ് ടു വേരിയസ് സ്റ്റാൻഡേർഡ് ടെസ്റ്റ് സിഗ്നൽസ് നമുക്ക് പഠിക്കാനുണ്ട്. അതൊരു എസ്എ ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ അതിനകത്ത് 2 ആയിട്ട് നമുക്ക് ക്ലാസിഫൈ ചെയ്യാം. ഒന്ന് ടൈം റെസ്പോൺസും സെക്കൻഡ് എറർ അനാലിസിസും. നമുക്കൊരു കൺട്രോൾ സിസ്റ്റം ഡിസൈൻ ചെയ്യണമെങ്കിൽ അതിനകത്ത് റെസ്പോൺസ് അല്ലെങ്കിൽ സ്പീഡ് ഓഫ് റെസ്പോൺസ് ഒരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ്. അതുപോലെ ആക്യുറസി ഒരു ഫാക്ടറാണ്. അപ്പോൾ ആ സ്പീഡ് ഓഫ് റെസ്പോൺസ് ഓഫ് ദ സിസ്റ്റവും ആക്യുറസിയാണ് നമ്മൾ മോഡ്യൂൾ 2 മെയിൻലി പഠിക്കാനുള്ളത്. അതിൽ ആക്യുറസി നമ്മൾ എറർ ഫൈൻഡ് ഔട്ട് ചെയ്തിട്ടാണ് അതിൻ്റെ സിസ്റ്റം ആക്യുറസി നമ്മൾ ചെക്ക് ചെയ്യുന്നത്. അപ്പം മോഡ്യൂൾ 2 ഈ 2 ടോപ്പിക്സ് ആണ്. ഇതിൻ്റെയും ഫുൾ ടോപ്പിക്സ് നമ്മൾ വീഡിയോയിൽ അപ്ലോഡ് ആണ്. മോഡ്യൂൾ വൈസ് പ്ലേലിസ്റ്റിൽ അത് അവൈലബിൾ ആണ്. പിന്നെ അത് ഈ 2 പാർട്ടേ വരുന്നുള്ളൂ. ഒന്ന് നമ്മളെ ടൈം റെസ്പോൺസ് ടു ഫസ്റ്റ് ഓർഡർ സെക്കൻഡ് ഓർഡർ സിസ്റ്റം ടു വേരിയസ് ഇൻപുട്സ്. സെക്കൻഡ് സ്റ്റഡി സ്റ്റേറ്റ് അനാലിസിസ്, അതുകൊണ്ട് അതിൻ്റെ കോഎഫിഷ്യൻസ് ഫൈൻഡ് ഔട്ട് ചെയ്യാം. ഇതാണ് മോഡ്യൂൾ 2 വരുന്നത്. മോഡ്യൂൾ 2 തന്നെ നമ്മൾ ഫ്രീക്വൻസി ഡൊമെയിൻ അനാലിസിസ് സ്റ്റാർട്ട് ചെയ്യും. അതിൻ്റെ സ്പെസിഫിക്കേഷൻസ് എന്തൊക്കെയാണെന്ന് നമ്മൾ പഠിക്കും. മോഡ്യൂൾ 3 വരുമ്പോഴത്തേക്ക് എൻറ്റയർലി സ്റ്റെബിലിറ്റിയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഫ്രീക്വൻസി ഡൊമെയിൻ അപ്രോച്ച് കൊണ്ട് ടൈം ഡൊമെയിൻ അപ്രോച്ചും വെച്ചിട്ട് നമുക്ക് സ്റ്റെബിലിറ്റി അനലൈസ് ചെയ്യാം. അതിൽ മോഡ്യൂൾ 3 നമ്മൾ RH ക്രൈറ്റീരിയ ആണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സ്റ്റെബിലിറ്റി മെത്തേഡ് ഡിറ്റർമിൻ ചെയ്യുന്നത്. അതുപോലെ എഫക്റ്റ് ഓഫ് PI PID കൺട്രോളേഴ്സ് പഠിക്കും. പിന്നെ സെക്കൻഡ് സ്റ്റെബിലിറ്റി മെത്തേഡ് ടൈം ഡൊമെയിനിൽ റൂട്ട് ലോക്കസ് ടെക്നിക്കാണ്. അതും ഒരു എസ്എ ക്വസ്റ്റ്യൻ ചോദിക്കുന്നതാണ്. പിന്നെ അത് നോർമലി RH ക്രൈറ്റീരിയ എന്നൊരു പ്രോബ്ലവും അതുപോലെ റൂട്ട് ലോക്കസ് ടെക്നിക്കിൻ്റെ ഒരു പ്രോബ്ലമാണ് ചോദിക്കുന്നത്. സെക്കൻഡ് മോഡ്യൂൾ വരുമ്പോഴത്തേക്ക് നമുക്ക് ടൈം ഡൊമെയിൻ അനാലിസിസ് എന്നൊരു ക്വസ്റ്റ്യൻ മസ്റ്റായിട്ടും കാണും. അതുപോലെ എറർ കോഎഫിഷ്യൻസും അതുപോലെ അതിൻ്റെ കോൺസ്റ്റൻസ് കണ്ടുപിടിക്കുന്നത്. മോഡ്യൂൾ 1 വരുമ്പോഴത്തേക്ക് മാത്തമാറ്റിക്കൽ മോഡലിംഗ് എന്നൊരു എസ്എ സ്ഥിരം ചോദിക്കുന്നതാണ്. പിന്നെ ബ്ലോക്ക് റിഡക്ഷൻ റൂൾ യൂസ് ചെയ്ത് ഓവറോൾ ട്രാൻസ്ഫർ ഫംഗ്ഷൻ ഫൈൻഡ് ഔട്ട് ചെയ്യുന്നത്. സിഗ്നൽ ഫ്ലോ ഗ്രാഫ്, മേസൺസ് ഗെയിൻ ഫോർമുല യൂസ് ചെയ്ത് ഓവറോൾ ട്രാൻസ്ഫർ ഫംഗ്ഷൻ ഫൈൻഡ് ഔട്ട് ചെയ്യുന്നത്. ഇത്രയാണ് മെയിനായിട്ടുള്ള ടോപ്പിക്സ് വരുന്നത്. ഇനി മോഡ്യൂൾ 3 ഞാൻ ഓൾറെഡി പറഞ്ഞു, നമ്മൾ സ്റ്റെബിലിറ്റിയാണ് ഡിറ്റർമിൻ ചെയ്യുന്നത് ടൈം ഡൊമെയിൻ മെത്തേഡ്സിൽ. അത് 2 മെത്തേഡാണുള്ളത്. ഫസ്റ്റ് മെത്തേഡ് RH ക്രൈറ്റീരിയ, റൂട്ട് സർവീസ് ക്രൈറ്റീരിയ, ആൻഡ് സെക്കൻഡ് റൂട്ട് ലോക്കസ് ടെക്നിക്ക്. റൂട്ട് ലോക്കസ് ടെക്നിക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എസ്എ ആയിട്ട് സ്ഥിരം ചോദിക്കുന്നതാണ്. അതിനകത്ത് കുറച്ച് റൂൾസ് ഒക്കെ ഉണ്ട്. നമ്മൾ എക്സാമ്പിൾസ് വെച്ചിട്ടാണ് എല്ലാ കാറ്റഗറി പ്രോബ്ലംസും റൂട്ട് ലോക്കസിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ RH ക്രൈറ്റീരിയയിലെയും എല്ലാ കേസസും യൂണിവേഴ്സിറ്റിക്ക് ചോദിച്ചിട്ടുള്ള എക്സാമ്പിൾ വെച്ചിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. യൂസ്ഫുൾ ആയിരിക്കും. അതുപോലെ കൺട്രോൾ സിസ്റ്റത്തിന് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് ആയ ബ്ലോക്ക് റിഡക്ഷൻ ടെക്നിക്, റൂട്ട് ലോക്കസ് ടെക്നിക്, അതുപോലെ ബോഡേ പ്ലോട്ട്, അതിനൊക്കെ സെപ്പറേറ്റ് പ്ലേലിസ്റ്റ് ഉണ്ട്. അത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും. പിന്നെ സെക്കൻഡ് ഒരു സ്പെഷ്യാലിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിൻ്റെ സൊല്യൂഷൻ മാത്രം ഒരു സെപ്പറേറ്റ് പ്ലേലിസ്റ്റ് ഉണ്ട് കൺട്രോൾ സിസ്റ്റത്തിന്. എക്സാം പോയിന്റ് ഓഫ് വ്യൂ വളരെ യൂസ്ഫുൾ ആയിരിക്കും. ഇതാണ് മോഡ്യൂൾ 2 വരുന്നത്. സ്റ്റെബിലിറ്റി അനാലിസിസ് ടൈം ഡൊമെയിനിൽ 2 മെത്തേഡ്സ്. ഒന്ന് RH ക്രൈറ്റീരിയ, സെക്കൻഡ് റൂട്ട് ലോക്കസ് ടെക്നിക്ക്. മോഡ്യൂൾ 4 വരുമ്പോഴത്തേക്കും ഫ്രീക്വൻസി ഡൊമെയിൻ സ്റ്റെബിലിറ്റി അനാലിസിസ് ആണ്. അതിൽ നൈക്യു സ്റ്റെബിലിറ്റി ക്രൈറ്റീരിയ പഠിക്കാനുണ്ട്. ബോഡേ പ്ലോട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സ്ഥിരം 100% എക്സാംസിന് കാണുന്ന ക്വസ്റ്റ്യൻ ആണ്. ഒന്ന് ബോഡേ പ്ലോട്ട്, അതുപോലെ റൂട്ട് ലോക്കസ് ടെക്നിക്ക്, ബ്ലോക്ക് റിഡക്ഷൻ ടെക്നിക്ക്, ഇതെല്ലാം സ്ഥിരം എക്സാംസിന് ചോദിക്കുന്ന ഏരിയ ആണ്. പിന്നെ നെക്സ്റ്റ് മോഡ്യൂൾ 4 ഡിസൈൻ ഓഫ് കോമ്പൻസേറ്റേഴ്സ് ഉണ്ട്. കോമ്പൻസേറ്റേഴ്സിൻ്റെയും കുറേ വീഡിയോസ് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഈസി കൺസെപ്റ്റ് വെച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ബോഡി പ്ലോട്ട് വെച്ചുള്ള ഡിസൈനാണ് നമുക്ക് മോഡ്യൂൾ 4 പഠിക്കാനുള്ളത്. അപ്പോൾ മോഡ്യൂൾ 4 ഇൻ ഷോർട്ട് പറയുകയാണെങ്കിൽ നമുക്ക് സ്റ്റെബിലിറ്റി അനാലിസിസ് ആണ്. എന്ത് ഡൊമൈനിലാണ്? ഫ്രീക്വൻസി ഡൊമൈനിലാണ്. അതായത് മോഡ്യൂൾ 4 വരുമ്പോഴത്തേക്ക് ഫ്രീക്വൻസി ഡൊമൈനിൽ ബോഡി പ്ലോട്ടും നൈക്യു സ്റ്റെബിലിറ്റി ക്രൈറ്റീരിയ ആണ് മെയിനായിട്ട് പഠിക്കാനുള്ളത്. മോഡ്യൂൾ 3 വരുമ്പോഴത്തേക്കും അതും സ്റ്റെബിലിറ്റി അനാലിസിസ് ആണ്, പക്ഷേ ടൈം ഡൊമൈനിൽ RH ക്രൈറ്റീരിയ ആൻഡ് റൂട്ട് ലോക്കസ് ആണ് വരുന്നത്.
ഇനി ലാസ്റ്റ് മോഡ്യൂൾ വരുമ്പോഴത്തേക്ക് നമ്മൾ സ്റ്റേറ്റ് സ്പേസ് അനാലിസിസ് എന്ന് പറയും. അതായത് മോഡ്യൂൾ 1 to 4 വരെ നമ്മൾ ഡീൽ ചെയ്യുന്നത് ട്രാൻസ്ഫർ ഫംഗ്ഷൻ അപ്രോച്ചാണ്. അതായത് ലാപ്ലാസ് ട്രാൻസ്ഫോം യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ മോഡ്യൂൾ 1 to 4 വരെ കൺട്രോൾ സിസ്റ്റത്തിൽ അനലൈസ് ചെയ്യുന്നത്. മോഡ്യൂൾ 5 എത്തുമ്പോഴത്തേക്ക് വി വിൽ യൂസ് സ്റ്റേറ്റ് സ്പേസ് അനാലിസിസ്. അതായത് കുറച്ച് ലിമിറ്റേഷൻസ് ഉണ്ട് ട്രാൻസ്ഫർ ഫംഗ്ഷൻ അപ്രോച്ചിന്. അതായത് അതിൻ്റെ ബേസിക്സ് എന്ന് പറയുന്നത് ലാപ്ലാസ് ട്രാൻസ്ഫോം ആണ്. ഇപ്പോൾ ലാപ്ലാസ് ട്രാൻസ്ഫോം നമ്മൾ ചൂസ് ചെയ്യുമ്പോഴത്തേക്ക് ഇനിഷ്യൽ കണ്ടീഷൻ 0 ആയിട്ടാണ് എടുക്കുന്നത്. പക്ഷേ നമുക്കറിയാം എയർ ട്രാഫിക് കൺട്രോൾ അല്ലെങ്കിൽ മിസൈൽ ലോഞ്ചിങ് അവിടെയൊക്കെ ആണെങ്കിൽ നമ്മൾ എന്തെടുക്കണം, ഇനിഷ്യൽ കണ്ടീഷനും കൂടെ കൺസിഡർ ചെയ്യണം. അപ്പം നമുക്ക് ട്രാൻസ്ഫർ ഫംഗ്ഷൻ അപ്രോച്ച് പറ്റത്തില്ല. അപ്പം അതിൻ്റെ ഒരു ആൾട്ടർനേറ്റ് മെത്തേഡാണ് സ്റ്റേറ്റ് സ്പേസ് അനാലിസിസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ രണ്ട് മെത്തേഡ്സിനും അതിൻ്റെതായ ഇമ്പോർട്ടൻസ് ഉണ്ട്. ഇപ്പോൾ ട്രാൻസ്ഫർ ഫംഗ്ഷൻ യൂസ് ചെയ്ത് നമ്മൾ അനലൈസ് ചെയ്യുന്നതിന് നമ്മൾ ക്ലാസിക്കൽ കൺട്രോൾ സിസ്റ്റം എന്ന് പറയും. അതുപോലെ സ്റ്റേറ്റ് സ്പേസ് മെത്തേഡ് യൂസ് ചെയ്ത് അനാലിസിസ് ചെയ്യുന്നതിന് വി വിൽ കോൾ ഇറ്റ് ആസ് മോഡേൺ കൺട്രോൾ സിസ്റ്റം എന്ന് പറയും. അപ്പം ഈ പവർ പ്ലാന്റ് ഇൻസ്ട്രുമെന്റേഷൻ അല്ലെങ്കിൽ പവർ പ്ലാന്റ്സിലൊക്കെ ആണെങ്കിൽ നമ്മൾ ഡിസൈൻ ചെയ്യാൻ വേണ്ടി നോർമലി നമ്മൾ യൂസ് ചെയ്യുന്നത് ട്രാൻസ്ഫർ ഫംഗ്ഷൻ അപ്രോച്ചാണ്. അപ്പം ഈ എയർ ട്രാഫിക് കൺട്രോൾ അല്ലെങ്കിൽ മിസൈൽ ഗൈഡൻസ് അപ്പോൾ ഇനിഷ്യൽ കണ്ടീഷൻ കൂടെ കൺസിഡർ ചെയ്യുന്നിടത്ത് നമ്മൾ വി വിൽ യൂസ് സ്റ്റേറ്റ് സ്പേസ് അനാലിസിസ്. അങ്ങനെ രണ്ട് ടൈപ്പ് ഉണ്ട്. ഒന്ന് ക്ലാസിക്കൽ കൺട്രോൾ സിസ്റ്റവും സ്റ്റേറ്റ് സ്പേസ് യൂസ് ചെയ്തിട്ടുള്ളത് മോഡേൺ കൺട്രോൾ സിസ്റ്റമാണ്. അപ്പോൾ അതിൻ്റെ കുറച്ച് ബേസിക്സ് നമ്മൾ പഠിക്കും. എന്താണ് സ്റ്റേറ്റ് വേരിയബിൾ, സ്റ്റേറ്റ് ഇക്വേഷൻ, അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യും. അതിനുശേഷം നമുക്കൊരു ട്രാൻസ്ഫർ ഫംഗ്ഷൻ ഉണ്ടെങ്കിൽ എങ്ങനെ സ്റ്റേറ്റ് സ്പേസിലേക്ക് കൺവേർട്ട് ചെയ്യുന്നതിനെ കുറിച്ച് പഠിക്കാനുണ്ട്. അതിൻ്റെ സൊല്യൂഷൻസ് ഓഫ് സ്റ്റേറ്റ് ഇക്വേഷൻസ്, സ്റ്റേറ്റ് ട്രാൻസിഷൻ മെട്രിക്സ് ഇമ്പോർട്ടൻ്റ് ആണ്. അതിന് സ്ഥിരം പ്രോബ്ലംസ് ചോദിക്കാറുള്ളതാണ്. ലാസ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് കൺട്രോളബിലിറ്റി ഒബ്സർവബിലിറ്റി ചെക്ക് യൂസിങ് കൽമാൻസ് ടെസ്റ്റ് ആണ്. ഓക്കെ, ഇപ്പം ഇത്രയാണ് നമ്മളുടെ 2019 സ്കീമിൽ S5 കൺട്രോൾ സിസ്റ്റം പഠിക്കാനുള്ളത്. അപ്പോൾ ഈ ടോപ്പിക്സ് എല്ലാം നമ്മളുടെ ചാനലിൽ അപ്ലോഡ് ആണ്. അത് S7 EC സ്റ്റുഡൻസിൻ്റെ ബേസ് ചെയ്ത് 2015 സ്കീം വെച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത്. പക്ഷേ ഈ ടോപ്പിക്സ് എല്ലാം അവർക്ക് കോമൺ ആയിരുന്നു. അപ്പോൾ നിങ്ങളുടെ സ്കീം അനുസരിച്ചിട്ട് മോഡ്യൂൾ വൈസ് പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം ജസ്റ്റ് സബ്ജക്ട് കോഡ് കൊടുക്കുക, മോഡ്യൂൾ നമ്പർ കൊടുക്കുക, പ്ലസ് ബിടെക് മെഡിസിൻ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ യൂട്യൂബിൽ നിന്ന് വീഡിയോസ് കിട്ടും. എല്ലാം ഡീറ്റെയിൽഡ് ആയിട്ട് നല്ല ഗ്രേഡ് കിട്ടുന്ന രീതിയിൽ തന്നെയാണ് നമ്മൾ പ്രോബ്ലംസും സൊല്യൂഷൻസും എല്ലാം അപ്ലോഡ് ചെയ്തിരിക്കുന്നത്. വളരെ യൂസ്ഫുൾ ആയിരിക്കും. പ്രീവിയസ് ക്വസ്റ്റ്യൻ സൊല്യൂഷനുകൾ ഉണ്ടായതുകൊണ്ട് നിങ്ങൾക്ക് എക്സാം പോയിന്റ് ഓഫ് വ്യൂ ഈസി ആയിരിക്കും. പിന്നെ വേണ്ടിടത്തെല്ലാം ട്രിക്സ് ഒക്കെ വെച്ചിട്ടും റിയൽ ടൈം എക്സാമ്പിൾസ് വെച്ചിട്ടും ഒക്കെയാണ് നമ്മൾ പ്രോബ്ലംസ് സോൾവ് ചെയ്തിരിക്കുന്നത്. റൂട്ട് ലോക്കസ് ടെക്നിക്ക് വരുമ്പോഴത്തേക്ക് കുറേ സ്റ്റെപ്സ് ഉണ്ട്, 10 സ്റ്റെപ്സോളം ഉണ്ട്. ബട്ട് ആ 10 സ്റ്റെപ്സും ബൈ ഹാർട്ട് ചെയ്യാതെ ഓരോന്നിനും എന്താണ് പർപ്പസ് എന്നുള്ള വെച്ചിട്ടാണ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത്. അതുപോലെ ഓരോ പ്രോബ്ലത്തിനും പല കേസസ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ നമ്മൾ റൂട്ട് ലോക്കസ് പഠിക്കുമ്പോഴത്തേക്കാണെങ്കിൽ അതിനകത്ത് കോംപ്ലക്സ് പോൾ വരുന്ന കേസ്, സിമ്പിൾ പോൾ വരുന്ന കേസ്, കോംപ്ലക്സ് സീറോ, അങ്ങനെ ഡിഫറെൻറ്റ് കേസസ് ഉണ്ട്. അപ്പോൾ അതിനകത്ത് ഓരോന്നും നമ്മൾ പ്രോബ്ലം വെച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ബോർഡ് എയർപോർട്ടിൻ്റെ കേസിലും അതുപോലെ ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ബ്ലോക്ക് റിഡക്ഷൻ, എല്ലാ ടോപ്പിക്സും നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് കവർ ചെയ്തിട്ടുണ്ട്. കൺട്രോൾ സിസ്റ്റം ഒരു പ്രോബ്ലമാറ്റിക് പേപ്പറാണ്. നന്നായിട്ട് മാർക്ക് സ്കോർ ചെയ്യാവുന്ന ഒരു ഏരിയ ആണ് നമുക്ക് ഈ കൺട്രോൾ സിസ്റ്റം എന്ന് പറയുന്നത്. ഇതിനകത്തെല്ലാം റിയൽ ടൈം എക്സാമ്പിൾസ് വെച്ചിട്ട് നമുക്ക് അനാലിസിസും കാര്യങ്ങളുമാണ് വരുന്നത്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സുകളൊന്ന് ഹൈലൈറ്റ് ചെയ്യാം. അപ്പോൾ ഈ പറഞ്ഞിട്ടുള്ള ടോപ്പിക്സ് എൻ്റെ സിലബസ് മോഡ്യൂൾ വൈസ് പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ആ ഓർഡറിൽ അങ്ങ് വാച്ച് ചെയ്താൽ മതി. ഇതിനകത്തെല്ലാം കറക്റ്റായിട്ട് തന്നെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. പ്രീവിയസ് ക്വസ്റ്റ്യൻസിൻ്റെ എക്സാമ്പിളോടുകൂടി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ അത് കൺട്രോൾ സിസ്റ്റം ഒരു എക്സാം പോയിന്റ് ഓഫ് വ്യൂ പഠിക്കുകയാണെങ്കിൽ ഫസ്റ്റ് നമ്മൾ നോക്കേണ്ടത് കൺട്രോൾ സിസ്റ്റം എന്താണെന്ന് പഠിക്കണം. അതുപോലെ അതിൻ്റെ 2 ക്ലാസിഫിക്കേഷൻ ഉണ്ട്. ഓപ്പൺ ലൂപ്പ് കൺട്രോൾ സിസ്റ്റം, ക്ലോസ് ലൂപ്പ് കൺട്രോൾ സിസ്റ്റം. അതിൻ്റെ എക്സാമ്പിൾസ് പഠിച്ചു വെക്കണം. അതിൻ്റെ കമ്പാരിസൺ ഉണ്ട്. ഓപ്പൺ ലൂപ്പിന് കുറച്ച് അഡ്വാൻറ്റേജ് അതുപോലെ ഡിസഡ്വാൻറ്റേജ്, അതിൻ്റെ കമ്പാരിസൺസ് പഠിച്ചു വെക്കണം. പിന്നെ വരുന്നത് മാത്തമാറ്റിക്കൽ മോഡലിംഗ് ഇമ്പോർട്ടൻ്റ് ആണ്. അത് എൻ്റെ ടോപ്പിക്സ് നമ്മൾ സിലബസിൽ കവർ ചെയ്തിട്ടുണ്ട്. പിന്നെ വരുന്നത് ബ്ലോക്ക് റിഡക്ഷൻ ടെക്നിക്ക്, കുറേ ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്തിട്ടുണ്ട്. സിഗ്നൽ ഫ്ലോ ഗ്രാഫ്, ഇതിനകത്ത് മാത്തമാറ്റിക്കൽ മോഡലിങ്ങും ബ്ലോക്ക് റിഡക്ഷനും അതുപോലെ ഫ്ലോ ഗ്രാഫിൽ കൺവേർട്ട് ചെയ്ത് മേസൺ സ്കെയിൽ ഫോമുല യൂസ് ചെയ്ത് ഓവറോൾ ട്രാൻസ്ഫർ ഫംഗ്ഷൻ ഫൈൻഡ് ഔട്ട് ചെയ്യുന്ന ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ് മോഡ്യൂൾ 1. അപ്പോൾ നിങ്ങൾക്കാണെങ്കിൽ ഓരോ മോഡ്യൂളിൽ നിന്നും ഈക്വൽ വെയിറ്റേജ് ആണ് വരുന്നത്. അപ്പോൾ ഷോർട്ട് ക്വസ്റ്റ്യൻസും വരും. പിന്നെ അത് ഈസി ആയിട്ടുള്ള ഷോർട്ട് ക്വസ്റ്റ്യൻസ് ആയിരിക്കും സാധാരണ ചോദിക്കാറുള്ളത്. essay ആയിട്ട് വരുമ്പോഴത്തേക്ക് ഈ ബ്ലോക്ക് റിഡക്ഷനും സിഗ്നൽ ഫ്ലോ ഗ്രാഫും മോഡലിങ്ങും ഇമ്പോർട്ടൻ്റ് ആണ്. മോഡ്യൂൾ 2 ആണ് കമ്പാരിറ്റീവ്ലി ഈസി ആയിട്ടുള്ള മോഡ്യൂള്. അതിനകത്ത് നമുക്ക് ടൈം ഡൊമെയിൻ അനാലിസിസ് ആണ് പഠിക്കാനുള്ളത്. അതായത് ഒന്ന് അതിൻ്റെ സ്പീഡ് ഓഫ് റെസ്പോൺസ് ഫൈൻഡ് ഔട്ട് ചെയ്യുക, അല്ലെങ്കിൽ വേരിയസ് ഇൻപുട്സിന് അതിൻ്റെ ഔട്ട്പുട്ട് എങ്ങനെ റെസ്പോണ്ട് ചെയ്യുന്നുള്ളത് പ്ലോട്ട് ചെയ്യുക. അതാണ് ഒരു പാർട്ട്. സെക്കൻഡ് പാർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്യുറസി അനാലിസിസ്, സ്റ്റഡി സ്റ്റേറ്റ് എറർ അനാലിസിസ് ആണ്. ഇപ്പോൾ ഡിഫറെൻറ്റ് ഇൻപുട്സ് കൊടുക്കുമ്പോഴത്തേക്ക് അതിൻ്റെ നമ്മൾ കോൺസ്റ്റൻസ് KP, KV, KA ഫൈൻഡ് ഔട്ട് ചെയ്യും. അതും ട്രിക്സ് ഒക്കെ വെച്ചിട്ടാണ് നമ്മൾ ഒരു ചാർട്ടൊക്കെ വെച്ചിട്ട് ഏത് ക്വസ്റ്റ്യൻ കിട്ടിയാലും ആൻസർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പ്രോബ്ലംസ് നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പം മോഡ്യൂൾ 2 കമ്പാരിറ്റീവ്ലി ഈസിയാണ്. മോഡ്യൂൾ 3 വരുമ്പോഴത്തേക്കും
നമുക്കറിയാം സ്റ്റെബിലിറ്റി അനാലിസിസ് ടൈം ഡൊമെയിനിലാണ് 2 ടെക്നിക്സ് ആണ് പഠിക്കാനുള്ളത്. ഒന്ന് റൂട്ട്സ് ഹെർവിറ്റ്സ് ക്രൈറ്റീരിയയും സെക്കൻഡ് റൂട്ട് ലോക്കസ് ടെക്നിക്കും. മൊഡ്യൂൾ 4 വരുമ്പോഴത്തേക്കും അതും സ്റ്റെബിലിറ്റി അനാലിസിസ് ആണ്, പക്ഷേ ഫ്രീക്വൻസി ഡൊമെയിനിലാണ്. അത് നൈക്വിസ്റ്റ് സ്റ്റെബിലിറ്റി ക്രൈറ്റീരിയ, ബോർഡേ പ്ലോട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ കോമ്പൻസേറ്റഡ് ഡിസൈൻസും ഉണ്ട്. ലാസ്റ്റ് മോഡ്യൂൾ വരുമ്പോഴത്തേക്ക് സ്റ്റേറ്റ് സ്പേസ് അനാലിസിസ് ആണ്. സ്റ്റേറ്റ് സ്പേസ് അനാലിസിസ് എന്ന് പറയുമ്പോഴത്തേക്ക് അതിന് മോഡേൺ കൺട്രോൾ സിസ്റ്റം എന്ന് പറയും. അതിനകത്ത് നമുക്ക് ഇൻപുട്ട് ഔട്ട്പുട്ടും അതുപോലെ ഈ സ്റ്റേറ്റ്സും കൂടെ നമുക്ക് അറിയാൻ പറ്റും. അപ്പം അതിൻ്റെ കുറച്ച് ഡെഫിനിഷൻസ് കാര്യങ്ങളുണ്ട്. ഇപ്പം നമ്മൾ മോഡ്യൂൾ 4 വരെ ട്രാൻസ്ഫർ ഫംഗ്ഷൻ അപ്രോച്ച് യൂസ് ചെയ്താണ് സിസ്റ്റം അനാലിസിസ് ചെയ്യുന്നത്. മോഡ്യൂൾ 5 വരുമ്പോഴത്തേക്ക് സ്റ്റേറ്റ് സ്പേസ് ആണ്. പക്ഷേ ആ ട്രാൻസ്ഫർ ഫംഗ്ഷനെ നമുക്ക് സ്റ്റേറ്റ് സ്പേസിലേക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റും. സ്റ്റേറ്റ് ട്രാൻസിഷൻ മെട്രിക്സ് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ്. അതുപോലെ കൺട്രോളബിലിറ്റി, ഒബ്സർവബിലിറ്റി, കൽമാൻ സ്ട്രെസ് യൂസ് ചെയ്ത് ഫൈൻഡ് ഔട്ട് ചെയ്യുന്നത് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ്. അപ്പോൾ 2015 സ്കീമിൽ 6 മോഡ്യൂൾസ് ഉണ്ടായിരുന്നു. അതിനകത്ത് കുറേ ടോപ്പിക്സ് കട്ട് ചെയ്തിട്ടുണ്ട്. അതിനകത്ത് അവർക്ക് ഡിജിറ്റൽ കൺട്രോളും പൾസ് ട്രാൻസ്ഫർ ഫംഗ്ഷൻ അങ്ങനെ കുറേ ടോപ്പിക്സ് ഉണ്ടായിരുന്നു. അതെല്ലാം കട്ട് ചെയ്തിട്ടുണ്ട്. നിങ്ങളുടെ സിലബസ് കുറച്ചും കൂടെ ഈസി ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഈ ടോപ്പിക്സ് എൻ്റെ സിലബസ് ടോപ്പിക്സ് മോഡ്യൂൾ വൈസ് ബിടെക് മെഡിസി ചാനലിൽ അവൈലബിൾ ആണ്. ഇതിനകത്ത് അറൗണ്ട് 70 വീഡിയോസ് ഈ ഒരു സിലബസ് വെച്ചിട്ട് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഈ ഡിസ്പ്ലേ ചെയ്തിരിക്കുന്നതാണ് ബിടെക് മെഡിസി ചാനലിൻ്റെ കൺട്രോൾ സിസ്റ്റം 2019 സ്കീം. അപ്പോൾ എല്ലാ ടോപ്പിക്സും കൂടെ ഉള്ള ഒറ്റ മോഡ്യൂൾ പ്ലേലിസ്റ്റും ഉണ്ട്. അതുപോലെ മോഡ്യൂൾ വൈസ് പ്ലേലിസ്റ്റും ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ഡിസ്പ്ലേ ചെയ്തിരിക്കുന്നത് മോഡ്യൂൾ 5, മോഡ്യൂൾ 4, മോഡ്യൂൾ 3 അങ്ങനെ എല്ലാ മോഡ്യൂൾസിൻ്റെയും വീഡിയോസ് അപ്ലോഡഡ് ആണ്. ഇത് മോഡ്യൂൾ വൈസ് നിങ്ങൾക്ക് വാച്ച് ചെയ്താൽ മതി. ഓൾമോസ്റ്റ് ഓൾ ടോപ്പിക്സ് കവേർഡ് ആണ്. നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിലേക്ക് കൂടെ ഷെയർ ചെയ്ത് കൊടുക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു. ബിടെക് മെഡിസി.